വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണല്ലോ ഇത്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സെപ്റ്റംബർ മാസം 29-ാം തീയതിയാണ്. എല്ലാ കൊല്ലവും ഈ സെപ്റ്റംബറിലാണ് അഭയാർത്ഥികളുടെ, കുടിയേറ്റക്കാരുടെയൊക്കെ ദിനമായിട്ട് ആചരിക്കുന്നത്. കൊല്ലങ്ങളായി ഇത് സഭയിൽ നമുക്കറിയാം. 110-ാമത് കുടിയേറ്റ അഭയാർത്ഥി ദിനമായിരുന്നു ഈ സെപ്റ്റംബർ 29. അതിനോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് നൽകിയ സന്ദേശം വളരെ പ്രസക്തമാണ്. ഔസേപ്പും മാതാവും ഉണ്ണീശോയും ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു, വിപ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു, പരദേശിയായി പോകേണ്ടി വന്നു. ലോകത്തിൽ എത്രയോ തരത്തിൽ ആളുകൾ പുറത്തേക്ക് പോകേണ്ടി വരുന്നു, കുടിയേറേണ്ടി വരുന്നു. നമ്മുടെ നാട് തന്നെ എത്രയോ കുടിയേറ്റം, ക്രൈസ്തവൻ്റെ ഒരു മുഖമുദ്ര തന്നെ കുടിയേറ്റമാണ് എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പഠനത്തിനാകാം, ജോലിക്കാകാം, മെച്ചപ്പെട്ട ഒരു സാഹചര്യം തേടിയാകാം. അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ ഇത് വളരെ ഗൗരവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് അഭയാർത്ഥികളോട് അല്ലെങ്കിൽ കുടിയേറ്റക്കാരോട്, അന്യദേശത്തേക്ക് നിന്ന് വരുന്നവരോട് എന്തൊരു മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നും അതിൻ്റെ ക്രൈസ്തവമായ അർത്ഥം എന്താണ് എന്നും പറയുന്ന വാക്കുകളാണ് ഈ സന്ദേശത്തിൽ നൽകിയിരിക്കുന്നത്. മാർപ്പാപ്പയുടെ വാക്കുകൾ, അതിൻ്റെ സമ്മറി പെട്ടെന്ന് പറയാം. അന്തസ്സുള്ള ജീവിത സാഹചര്യങ്ങൾ തേടി സ്വദേശം ഇടേണ്ടി വന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകുന്നത്. അതിലെ മാർപ്പാപ്പയുടെ സന്ദേശത്തിലെ ആഹ്വാനം ഇതാണ്: നിത്യദേശത്തേക്കുള്ള പാതയിൽ നമ്മളെല്ലാം തീർത്ഥാടകരാണ്, സ്വർഗത്തെ നോക്കി ജീവിക്കേണ്ടവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. നിത്യദേശത്തേക്കുള്ള പാതയിൽ ചരിക്കുന്ന ദൈവജനത്തിൻ്റെ ജീവിക്കുന്ന ഒരു പ്രതിരൂപമായി എല്ലാ കുടിയേറ്റത്തെയും, നമ്മളെ മറ്റു തലത്തേക്ക് പോകുന്നതിനെയും കാണാമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. എല്ലാ കാലത്തും എന്നതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ കുടിയേറ്റക്കാരിലും നമുക്ക് ഈ ഒരു പ്രതിരൂപം കാണാൻ സാധിക്കും. അത് കാണണം. നമ്മളെല്ലാം തീർത്ഥാടകരാണ്, സ്വർഗത്തെ നോക്കി പോകുന്നവരാണ്, മെച്ചപ്പെട്ട ഏറ്റവും സുന്ദരമായ ആ അവസ്ഥയെ നോക്കി പോകുന്നവരാണ്. അതിൻ്റെ ഒരു പ്രതിരൂപമായി കുടിയേറ്റത്തെ കാണണം എന്ന ഒരു ചിന്തയാണ് ഈ കൊല്ലം പരിശുദ്ധ പിതാവ് നമ്മുടെ പരിചിതനത്തിന് വയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെയും ഒപ്പം പരലോകത്തെ ജീവിതത്തെയും കുറിച്ച് ഒന്നിപ്പിച്ച് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർപ്പാപ്പയുടെ ആ സന്ദേശത്തെ വിശദമായി കാണാം. മാർപ്പാപ്പ പ്രത്യേകിച്ച് ഒരാശയം പറഞ്ഞത്, മെത്രാന്മാരുടെ സിനഡിൻ്റെ 16-ാമത് സാധാരണ പൊതുസമ്മേളനത്തിൻ്റെ 1-ാമത്തെ യോഗം കഴിഞ്ഞു. 2-ാമത്തെ യോഗം ഇപ്പം കഴിഞ്ഞു. മാർപ്പാപ്പ ഇത് എഴുതുമ്പോൾ അതിൻ്റെ തുടങ്ങാൻ പോകുന്ന 2-ാം യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മാർപ്പാപ്പ ഇത് പറഞ്ഞത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ 1-ാമത്തേത് കഴിഞ്ഞ 2023 ഒക്ടോബറിൽ നടന്നു ഈ സാധാരണ യോഗം. അതിൻ്റെ സന്ദേശം ഇതായിരുന്നല്ലോ, സിനഡാത്മകതയെക്കുറിച്ചായിരുന്നു. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, നമ്മുടെ ധാരണ ആഴപ്പെടാൻ, പ്രത്യേകിച്ച് സിനഡാത്മകതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, അറിവ് ആഴപ്പെടാൻ പരിശുദ്ധ യോഗം സഹായിച്ചു എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. സമീപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ കർത്താവ് തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്, സ്നാപയോഹന്നാൻ വഴിയൊരുക്കിയത്. അതുതന്നെയാണ് പത്രോസ്ലീഹായും അന്ന് ജനങ്ങളോട് പറഞ്ഞത്, ദൈവരാജ്യം ഇതാ സമാഗതമായിരിക്കുന്നു. അതിൻ്റെ ശുശ്രൂഷയിൽ വിവിധങ്ങളായ ദൗത്യവും സിദ്ധിയും തമ്മിലുള്ള ഫലപ്രദമായ സംവാദവും ദൈവജനത്തിൻ്റെ സംയോജിച്ചുള്ള പ്രയാണവും എന്ന നിലകളിലാണ് മുഖ്യമായും സിനഡാത്മകത അവതരിപ്പിക്കപ്പെടുന്നത്. വാക്കാണ് അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ രാമുഖ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു, സമീപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ
വിവിധങ്ങളായ ദൗത്യവും സിദ്ധിയും നമുക്കെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത്. വിവിധ ദൗത്യമുണ്ട്, വിവിധ സിദ്ധികളുണ്ട്, കഴിവുകളുണ്ട്. ആ തമ്മിലുള്ള ഫലപ്രദമായ ഒരു സംവാദമുണ്ടാകണം. ദൈവജനത്തിൻ്റെ സംയോജിച്ചുള്ള പ്രയാണം, ഒന്നിച്ചുള്ള യാത്ര, എല്ലാവരും ദൈവജനം, അതിവിടെ മാർപ്പാപ്പയും കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും സിസ്റ്റേഴ്സും അൽമായരും എല്ലാ തരത്തിലുള്ള ആളുകൾ എല്ലാവരും ഒന്നിച്ചുള്ള പ്രയാണവും എന്ന നിലകളിലാണ് ഈ സിനഡാത്മക അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാവരും ഒന്നിച്ച് നീങ്ങണം എന്ന ആശയമാണ്. സിനഡാത്മക മാനം ഊന്നിപ്പറയുന്നത് എന്താണെന്ന് മാർപ്പാപ്പ നമ്മോട് പറയുന്നു. സഭയ്ക്ക് അതിൻ്റെ തീർത്ഥാടന സ്വഭാവം വീണ്ടും കണ്ടെത്താൻ അത് ഇടയാക്കുന്നുണ്ട്. സിനഡാത്മകതയെ പറ്റിയുള്ള ആ ചിന്ത ഈ കാലഘട്ടത്തിൽ കൂടുതൽ നടത്തിയത് 2-3 കൊല്ലമായി പരിശുദ്ധ പിതാവിൻ്റെ ഹൃദയത്തിലുള്ളത് നമ്മോട് പറയുന്നത് നമ്മുടെ തീർത്ഥാടന സ്വഭാവത്തെ അത് വീണ്ടും കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു. ചരിത്രത്തിലുടനീളം തീർത്ഥാടനത്തിലായിരിക്കുന്ന സഭ, നമ്മൾ തീർത്ഥാടനത്തിലാണ്, ദൈവരാജ്യത്തിലേക്ക് കുടിയേറ്റം നടത്തുന്നു എന്ന് നമുക്ക് പറയാം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതാണ് ഈ വിഷയം ഇവിടെ കൊണ്ടുവരുന്നത്. ദൈവജനമായാണ് നമ്മൾ തീർത്ഥാടനം നടത്തുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിൽ പഠിച്ചാൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽക്കാരെ ചിത്രീകരിക്കുന്ന പുറപ്പാടിലെ വിവരണങ്ങൾ സ്വാഭാവികമായും മനസ്സിലെത്തുന്നു. പെട്ടെന്ന് മാർപ്പാപ്പ പറയുകയാണ്, പുറപ്പാട് സംഭവം മനസ്സിൽ കൊണ്ടുവരുന്നു. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് വാഗ്ദാന ഭൂമിയിലേക്ക് നടത്തിയ യാത്ര മനസ്സിൽ വരുന്നു. കർത്താവുമായുള്ള യുഗാന്ത കണ്ടുമുട്ടലിലേക്കുള്ള സഭയുടെ യാത്ര മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളെങ്ങോട്ടാണ്? യുഗാവസാനത്തിൽ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള യാത്രയിലാണ് നാം എല്ലാവരും, എല്ലാ വിശ്വാസികളും ആയിരിക്കുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്ന ഒരു നീണ്ട യാത്രയാണ് നമ്മുടേത്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം അതാണ്. സഭയുടെ നൂറ്റാണ്ടുകളിലൂടെയുള്ള ജീവിതവും അതുതന്നെയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതവും അതുതന്നെയാണ്, യാത്രയാണ്. അതുപോലെ എല്ലാ കാലത്തും എന്നതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലും നിത്യദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ദൈവജനത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപം കുടിയേറ്റക്കാരിൽ നമുക്ക് കാണാൻ കഴിയും. കുടിയേറ്റക്കാർ എന്താണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത് വളരെ ദൈവശാസ്ത്രപരമായ ഒരു വിലയിരുത്തലാണ്. ഈ കാലഘട്ടത്തിൽ നിത്യദേശത്തേക്കുള്ള യാത്ര ചെയ്യുന്ന ദൈവജനത്തിൻ്റെ ജീവിക്കുന്ന പ്രതീകമാണത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ എഴുതി വച്ചിരിക്കുന്നതാണത്. അവിടെ നിന്നാണ് രക്ഷകനായ കർത്താവ് ഈശോ മിശിഹായെ നാം പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ പൗരത്വം ഇത് മറക്കരുത്. ഇന്നത്തെ കാലത്ത് വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മങ്ങിപ്പോവുകയും ഭൗമിക കാര്യങ്ങൾ ഇവിടെ തന്നെയാണ് എല്ലാം എന്ന് ചിന്തിക്കുകയും ഇവിടുത്തെ ജീവിതം എല്ലാ തരത്തിലും പൂർണ്ണമാക്കാൻ ശ്രമിക്കുകയും ആത്മീയമായ കാര്യങ്ങൾ മറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പരിതാവസ്ഥയിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. ഇത് മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് പ്രത്യേകിച്ച് കുടിയേറ്റവുമായി ബന്ധിപ്പിച്ചും പരിശുദ്ധ പിതാവ് പറയുന്നത്. അപ്പോൾ അവരുടെ ആ യാത്ര നിത്യ ജീവനെ തേടിയുള്ള സ്വർഗത്തെ തേടിയുള്ള യാത്രയെ അനുസ്മരിക്കുന്നു ഓരോ കുടിയേറ്റക്കാരനും. മെച്ചപ്പെട്ടൊരവസ്ഥയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ പിള്ളേരെല്ലാം പുറത്തേക്ക് പോകുന്ന എന്തിനാണ്? പഠിക്കാനും ജോലി നേടാനും കുറേ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിൽ ജീവിക്കാനുമാണ്. അത് സ്വർഗത്തെ മറക്കാനിടയാകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുറപ്പാടിൻ്റെയും കുടിയേറ്റക്കാരുടെയും പ്രതിരൂപങ്ങൾ നമ്മിൽ അനേകം, മാർപ്പാപ്പ പറയുകയാണ്, അത് തമ്മിൽ അനേകം സമാനതകളുണ്ട്. ഏത് തമ്മിലാണ്? വിശുദ്ധ ഗ്രന്ഥത്തിലെ പുറപ്പാടിൻ്റെയും അവിടുത്തെ നമ്മുടെ ഇന്നത്തെ കുടിയേറ്റക്കാരുടെയും പ്രതിരൂപങ്ങൾ തമ്മിൽ ഒത്തിരി സമാനതകളുണ്ട്. മോശയുടെ കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനത അവർ കുടിയേറ്റക്കാരാണ്. പലപ്പോഴും അടിച്ചമർത്തൽ, ദുരുപയോഗം എന്ന് പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്ന അവസ്ഥ, അരക്ഷിതത്വം, വിവേചനം, വികസനത്തിനുള്ള അവസരങ്ങളുടെ അഭാവം എന്നിവയിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. അവരവിടെ നിന്ന് പുറപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം അവർക്ക് അനുഭവിക്കേണ്ടി വന്നതുകൊണ്ടാണ്.
അടിച്ചമർത്തലും ദുരുപയോഗവും അരക്ഷിതാവസ്ഥയും വിവേചനവും വികസനത്തിനുള്ള അവസരങ്ങളുടെ അഭാവവും അതെല്ലാം ഇല്ലാതാക്കി. അതുകൊണ്ടാണ് അവർ പുറപ്പെടാനായിട്ട് തീരുമാനിച്ചത്. മരുഭൂമിയിലെ യഹൂദരെ പോലെ കുടിയേറ്റക്കാർക്കും അവരുടെ പാതയിൽ, ഇന്നത്തെ കുടിയേറ്റക്കാരെ കുറിച്ച് പറയുകയാണ്, അവരുടെ പാതയിൽ അനവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് കുടിയേറ്റക്കാർക്ക് വരുന്നത്? വിശപ്പിനാലും ദാഹത്താലും അവർ പരീക്ഷിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് കുടിയേറുന്ന ആളുകൾ. നമ്മുടേതൊരു മെച്ചപ്പെട്ട അവസ്ഥയാണ്. ഇവിടെ നിന്നുള്ളെല്ലാം വിറ്റ് പെറുക്കി അവിടെ പോയി പഠിച്ച് അവിടെ തന്നെ ജീവിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതേസമയം പാവപ്പെട്ടവൻ, യുദ്ധത്തിൻ്റെ അടിമകളായി തീർന്നവർ, അതിൻ്റെ ഇരകളായി തീർന്നവർ, അവർ അനുഭവിക്കുന്നത് ദുരിതങ്ങളാണ്. വിശപ്പിനാലും ദാഹത്താലും അവർ പരീക്ഷിക്കപ്പെടുന്നു. കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ജീവിക്കാൻ. ക്ലേശങ്ങളും രോഗങ്ങളും അവരെ തളർത്തുന്നു. നിരാശയാൽ അവർ പ്രലോഭിതരാകുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കുടിയേറ്റം, പ്രത്യേകിച്ച് ക്ലേശം നിറഞ്ഞ കുടിയേറ്റക്കാർ അനുഭവിക്കുന്നത് എന്ന് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും പുറപ്പാടിൻ്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം, ഓരോ പുറപ്പാടിലും ദൈവം മുമ്പേ നടക്കുകയും തൻ്റെ ജനത്തെയും അവൻ്റെ സകല മക്കളെയും എല്ലാ സമയത്തും സ്ഥലത്തും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഈ പുറപ്പാടിലെല്ലാം അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് അവിടെയെല്ലാം ദൈവം മുമ്പേ നടക്കുന്നു. തൻ്റെ ജനത്തെയും അവൻ്റെ മക്കളെയെല്ലാം എല്ലാ സമയത്തും സ്ഥലത്തും അനുഗമിക്കുകയും ചെയ്യുന്നു. ഈ ബോധ്യത്തോടെ വേണം കുടിയേറ്റക്കാരെ കാണാൻ, കുടിയേറ്റക്കാർ തങ്ങളെ തന്നെയും കാണാൻ എന്ന ഒരു ആശ്വാസ വാക്കാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ചിന്തയാണ് നമുക്ക് നൽകുന്നത്. ജനമധ്യത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം രക്ഷാകര ചരിത്രത്തിൻ്റെയും ഒരു ഉറപ്പാണ് ഇവിടെയുള്ളത്. വചനം നിയമാവർത്തനം നമുക്ക് വായിക്കാം. 31-ാം അധ്യായത്തിൽ 6-ാം വചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവരോട് പറയുന്ന വാക്കുകൾ നോക്കിക്കേ. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അതാണ് വലിയ വാഗ്ദാനം കർത്താവ് നമുക്ക് നൽകുന്നത്. ഈജിപ്തിൽ നിന്ന് വന്ന ജനങ്ങൾക്ക് ഈ സാന്നിധ്യം വിവിധ രൂപങ്ങളിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും വഴികാട്ടുകയും പാത പ്രകാശപൂരിതമാക്കുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 21-ാം വചനമാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ചിന്ത നമുക്ക് നൽകുന്നത്. വാഗ്ദത്ത പേടകത്തെ സംരക്ഷിച്ചിരുന്ന വാഗ്ദാന പേടകം നമുക്കറിയാം, അവരുടെ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അതിനെ സമാഗമ കൂടാരത്തിലാണ് അവർ വെച്ചിരുന്നത്. അവിടെയും ദൈവത്തിൻ്റെ സാമീപ്യത്തെ അവർ പ്രത്യക്ഷീകരിക്കുകയാണ് ചെയ്തത്. സമാഗമ കൂടാരവും വാഗ്ദാന പേടകവും. പുറപ്പാടിൻ്റെ പുസ്തകം 31-ാം അധ്യായം 33-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മളത് വായിക്കും. വഴിയിൽ ഉയർത്തപ്പെട്ട പിച്ചള കൊണ്ടുള്ള സർപ്പമായി ദൈവിക സംരക്ഷണത്തിൻ്റെ ഉറപ്പ് നൽകുന്ന രംഗവും നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിലാണ് 21:8 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു പല രീതിയിലും പല വിധത്തിലും, എന്നും ജനങ്ങളുടെ കൂടെയുണ്ട്, ഇന്നുമുണ്ട്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നാം നിരന്തരം ജീവിക്കേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. വിശന്ന് ദാഹിക്കുന്ന ജനത്തിന് ദൈവത്തിൻ്റെ വരദാനമായി മന്നായും വെള്ളവുമായി അവിടുന്ന് അനുഗമിക്കുന്ന ചിത്രവും നമ്മൾ ഈജിപ്തിൽ നിന്നുള്ള യാത്രയിൽ വായിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 17. മരുഭൂമിയിലാണ്. ഇത്രയും ആളുകൾക്ക് വെള്ളവും അപ്പവും ഭക്ഷണവും നൽകുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എന്തൊരു പരിപാലനാപരമാണ് എന്ന് ഓർക്കുക. കർത്താവിന് തൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകം ഇഷ്ടപ്പെട്ട ഒരു രൂപമാണ് കൂടാരം. കൂടാരത്തെപ്പറ്റി പറയുകയാണ്. കൂടാരങ്ങൾ അവർ വസിച്ചു. ദൈവം തന്നെ വസിക്കുന്നത് കൂടാരത്തിലാണ് എന്നത് പഴയ നിയമത്തിൻ്റെ ഒരു മനോഹരമായ കാഴ്ചപ്പാടാണ്. ദാവീദിൻ്റെ ഭരണകാലത്ത് ദേവാലയത്തിലല്ല ദാവീദിൻ്റെ കാലത്ത് ദൈവം വസിച്ചിരുന്നത്. പ്രത്യേക കൂടാരത്തിൽ വസിക്കാനാണ് ദൈവം ഇഷ്ടപ്പെട്ടത് എന്ന് അവനോട് പറയുന്നുണ്ട്. അവൻ വലിയ ദേവാലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ പറയുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം ജനത്തോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയായിരുന്നു
അവിടുന്ന് കൂടാരങ്ങളിൽ വസിച്ചത് എന്ന് അവിടെ പറയുന്നുണ്ട്. അത് പ്രധാനമാണ്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇപ്പം കുടിയേറുന്ന എല്ലാ ആളുകളുടെ കൂടെയും ദൈവമുണ്ട്. ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭൗതികതയിലേക്ക് പോകുന്നതിനെ നമ്മോട് പറയുന്ന വാക്കുകളാണിത്. കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചു എന്ന് ദൈവം പറയുന്നുണ്ട്. ദിനവൃത്താന്തം 17-ാം അധ്യായം 5 അത് പറയുന്നത്. മാർപ്പാപ്പ ഈ വചനമെല്ലാം നമ്മുടെ പരിചിന്തനത്തിന് വയ്ക്കുകയാണ്. തീർത്ഥാടകരുടെ കൂടെ, കുടിയേറ്റക്കാരുടെ കൂടെ, മറ്റ് ദേശത്തേക്ക് പോകുന്നവരുടെ കൂടെ കർത്താവുണ്ട്. അനേകം കുടിയേറ്റക്കാർ തങ്ങളുടെ യാത്രാ സഹചാരിയായും വഴികാട്ടിയായും രക്ഷയുടെ നങ്കൂരമായും ദൈവത്തെ അനുഭവിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മൾ ബൈബിൾ കൊണ്ടുപോകുന്നു, കുരിശുരൂപം കൊണ്ടുപോകുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇവിടെ നിന്ന് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടുള്ളപ്പോഴും അവർ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം. വിശ്വാസമുള്ള തലമുറ മുഴുവനും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. യാത്രയിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യമുണ്ടാകുവാൻ വേണ്ടി. യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അവർ തങ്ങളെ അവിടുത്തേക്ക് ഭരമേൽപ്പിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കാണുന്നൊരു കാര്യമാണ്. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് അച്ഛാ ഒരു ആശീർവാദം തരണം, പ്രാർത്ഥിക്കണം, ഞാൻ നാളെ ഇംഗ്ലണ്ടിന് പോവുകയാണ്, കാനഡയ്ക്ക് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ അവരോട് എപ്പോഴും അത് പറഞ്ഞു വിടാറുണ്ട്. അവിടെയാണ് നമുക്ക് പുതിയ സാഹചര്യങ്ങളിൽ തങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനും നൊസ്റ്റാൾജിയ, വേദനകൾ, ഗൃഹാതുരത്വം ഒക്കെ ഒഴിവാക്കാനും ഒക്കെ സഹായിക്കുന്നത്. അത് എല്ലാ ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാവരും പൊതുവെ അല്പം വിശ്വാസവും ദൈവത്തിൽ ആശ്രയമുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യമാണ്. നിരാശയുടെ നിമിഷങ്ങളിൽ അവർ അവനിൽ സമാശ്വാസം കണ്ടെത്തും. അതുവഴി അവന് നന്ദി, വഴിയിൽ നല്ല സമരക്കാരുണ്ട് എന്നതുകൊണ്ട് തന്നെ ധാരാളം പേർ അവരെ സഹായിക്കാൻ വരും. തങ്ങളുടെ പ്രത്യാശ അവർ പ്രാർത്ഥനയിലൂടെ അവനിൽ അർപ്പിക്കുന്നു. എത്രയോ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, സുവിശേഷത്തിൻ്റെ കോപ്പികൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ജപമാല എല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ട്. മരുഭൂമികൾ, നദികൾ, ഓരോ ഭൂഖണ്ഡത്തിൻ്റെയും അതിരുകൾ എന്നിവയിലൂടെയുള്ള യാത്രയിൽ അവരെ അനുഗമിക്കുന്നത് നമ്മൾ ഇന്നും കാണുന്ന കാര്യമാണ്. ദൈവം ജനത്തോടൊപ്പം സഞ്ചരിക്കുക മാത്രമല്ല, അപ്പം ദൈവത്തോടൊപ്പം മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവം സഞ്ചരിക്കുക മാത്രമല്ല, അവരുടെ ഉള്ളിൽ വസിക്കുകയും കൂടി ചെയ്യുന്നു. ചരിത്രത്തിലൂടെ സഞ്ചരിച്ചവരോട്, പ്രത്യേകിച്ച് ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായവരോട് അവൻ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു എന്നതും നമ്മൾ ഓർക്കണം. ആ അർത്ഥത്തിലാണ് അവൻ നമ്മോടൊപ്പം വസിക്കുന്നു എന്ന് പറയുന്നത്. ഇതിൽ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ദർശിക്കാനാവും. ദൈവം മനുഷ്യനായി തീർന്നു. ആ ദൈവം ഇന്ന് പാവപ്പെട്ടവരോട്, ദരിദ്രരോട് ഒന്നായിരിക്കുന്നു, ഐക്യപ്പെട്ടിരിക്കുന്നു. അത് ആ ചിന്ത മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. പുറത്തേക്ക് പോകുന്നവൻ, ഒന്നുമില്ലാത്തവനായി പോകുന്ന ആളുകളുടെ ഒരു അവസ്ഥ, പുതിയ പ്രത്യാശയോടെ തീരങ്ങൾ തേടി പോകുന്നവരുടെ അവസ്ഥയെ പറ്റിയാണ്. ഈ കാരണത്താൽ മാർപ്പാപ്പ പറയാണ്, ഓരോ കുടിയേറ്റക്കാരനുമായുള്ള കണ്ടുമുട്ടൽ, ആവശ്യക്കാരായ ഓരോ സഹോദരന്മാരുമായിട്ടുള്ള കണ്ടുമുട്ടൽ പോലെ തന്നെ ക്രിസ്തുവുമായുള്ള ഒരു കണ്ടുമുട്ടലാണ്. അപ്പോൾ ഓരോ കുടിയേറ്റക്കാരനുമായി നമ്മൾ കണ്ടുമുട്ടുന്നത്, അവനെ സഹായിക്കുന്നത്, ഒരാവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കുന്നത് ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലായി കാണണം. അത് സ്വീകരിക്കുന്ന ആളുകളോട് പറയുന്ന വാക്കുകൾ കൂടിയാണ്. അവൻ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വിശക്കുന്നവനും ദാഹിക്കുന്നവനും പരദേശിയും നഗ്നനും രോഗിയും തടവിലാക്കപ്പെട്ടവനുമായി തന്നെ കാണണമെന്നും സഹായിക്കണമെന്നും അവൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ ഉള്ള ഒരു കാര്യം ഇങ്ങനെയുള്ളവരെ സഹായിക്കുക എന്നതാണ്, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക എന്നതാണ്. അവനെ തന്നെയാണ് നമ്മൾ ഒരു കുടിയേറ്റക്കാരനെ സ്വീകരിക്കുമ്പോൾ, വിഷമത്തിലിരിക്കുന്നവൻ, യുദ്ധത്തിൻ്റെ ഫലമായൊക്കെ വരുന്നവരെ, ദാരിദ്ര്യത്തിൻ്റെ ഫലമായി, പീഡനങ്ങളുടെ ഫലമായി വരുന്നവരെയൊക്കെ സ്വീകരിക്കുമ്പോൾ കർത്താവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അന്തിമ വിധി സംശയമൊന്നും ബാക്കി വരുത്തുന്നില്ല എന്ന് വളരെ കൃത്യമായി ഈ പറഞ്ഞ ആശയം തന്നെ മാർപ്പാപ്പ പറയുകയാണ്. നമ്മളിപ്പം പറഞ്ഞ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു,
തുടർന്ന് വീണ്ടും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നത് ഓർക്കുക. വഴിമധ്യേയുള്ള ഓരോ കണ്ടുമുട്ടലും കർത്താവിനെ കാണാനുള്ള ഒരവസരത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന കാര്യം എല്ലാവരും ഓർക്കണം. രക്ഷയാൽ നിറഞ്ഞ ഒരു വേളയാണത്. അങ്ങനെ കണ്ടുമുട്ടുന്നത് രക്ഷയുടെ ഒരു വേളയാണ്. കാരണം നമ്മുടെ സഹായം ആവശ്യമുള്ള സഹോദരിയിലോ സഹോദരനിലോ ഈശോ സന്നിഹിതനാണ് എന്ന കാര്യം നമ്മൾ ശക്തമായി ഓർക്കണം. ഇത് നിസ്സാരമാക്കി കളയരുത്. ഈ അർത്ഥത്തിൽ ദരിദ്രർ നമ്മെ രക്ഷിക്കുന്നു. മാർപ്പാപ്പ പറയുകയാണ്, അവരെ സഹായിക്കുന്നത് വഴി നാം രക്ഷിക്കപ്പെടുകയാണ്. കാരണം കർത്താവിൻ്റെ മുഖം ദർശിക്കാൻ അവർ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇത് ചെയ്യുന്നത് വഴി നമ്മൾ കർത്താവിനോട് കൂടെയാകാൻ, സ്വർഗപ്രാപ്തി ലഭിക്കാൻ ഇടയാക്കുന്നു. അതാണ് വലിയ അനുഗ്രഹം. അപ്പോൾ ഇതാണ് മാർപ്പാപ്പ പറയുന്ന സന്ദേശം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ദിനത്തിൽ അന്തസ്സുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി സ്വദേശം ഉപേക്ഷിക്കേണ്ടി വരുന്ന സകലർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിക്കാം. അവരെ പ്രാർത്ഥനയിൽ നമ്മൾ കൊണ്ടുവരണം. അവരോടൊപ്പം യാത്ര ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. അവരെ സഹയാത്ര ചെയ്യാനും ഒത്തൊരുമിച്ച് സൃഷ്ടാത്മകത പ്രകടിപ്പിക്കാനും നമുക്ക് സാധിക്കണം. ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതാണ് മാർപ്പാപ്പ പറയുന്നത്. ഒരു പ്രാർത്ഥന, അത് ഹെൻറി ന്യൂമാൻ വലിയ ചിന്തകനാണല്ലോ, വിശുദ്ധനാണ്, എഴുതിയ ആ പ്രാർത്ഥന എല്ലാവർക്കും നൽകാൻ മാർപ്പാപ്പ നിർദ്ദേശിച്ചു. അതവിടെ വായിക്കാനും പറഞ്ഞത് മാർപ്പാപ്പയുടെ പ്രസംഗത്തിന് ശേഷം. അത് മനോഹരമാണ്. ഞാനതൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തനായ പിതാവായ ദൈവമേ, ദൈവരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന അങ്ങയുടെ തീർത്ഥാടക സഭയാണ് ഞങ്ങൾ. സ്വദേശത്ത് വസിക്കുന്നു എങ്കിലും ഞങ്ങൾ വിദേശികളാണ്. എല്ലാ അന്യദേശവും ഞങ്ങളുടെ ഭവനമാണ്. എങ്കിലും എല്ലാ സ്വദേശവും ഞങ്ങൾക്ക് അന്യദേശവുമാണ്. ഞങ്ങൾ വസിക്കുന്നത് ഭൂമിയിലാണെങ്കിലും ഞങ്ങളുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണല്ലോ. താൽക്കാലിക ഭവനമെന്ന നിലയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ലോകത്തിൻ്റെ ഭാഗം സ്വായത്തമാക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങൾ അതിൽ തന്നെ അങ്ങ് തീർന്നു പോകാതിരിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം. അങ്ങ് ഞങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യമായ വാസസ്ഥലത്തേക്ക് കുടിയേറ്റക്കാരായ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരോടൊപ്പം ഒത്തൊരുമിച്ച് ചരിച്ചുകൊണ്ടേയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും അങ്ങ് തുറക്കണമേ. അങ്ങനെ ആവശ്യക്കാരായവരുമായുള്ള ഓരോ കണ്ടുമുട്ടലും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുമായുള്ള ഒരു കണ്ടുമുട്ടലായി തീരട്ടെ. ആമേൻ. മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ സാധിക്കട്ടെ.